Hello students, welcome to another video of compressible fluid flow. ഈ ഒരു വീഡിയോയിൽ നമുക്ക് മൊഡ്യൂൾ 2 ആയിട്ട് ബന്ധപ്പെട്ട രണ്ട് ബേസിക് പ്രോബ്ലംസ് ആണ് ഡീൽ ചെയ്യേണ്ടത്. First problem, air flowing in a duct has a velocity of 200 meter per second, pressure 1 bar and temperature of 280 Kelvin. Taking gamma equal to 1.4 and R equal to 287 joule per kilogram Kelvin, determine stagnation pressure and temperature, velocity of sound in dynamic and stagnation states, stagnation pressure assuming constant density. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ആദ്യം ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതാം. അതാണ് ആദ്യം എഴുതുന്നത്. വെലോസിറ്റി ഓഫ് എയർ 200 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ദെൻ പ്രഷർ പി ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബാർ. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ബാറിലല്ല പാസ്കൽ വേണം പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട്. സോ 1 ബാർ ഈക്വൽ ടു 1 × 10⁵ പാസ്കൽ. നെക്സ്റ്റ് വൺ ടെമ്പറേച്ചർ T that is equal to 280 Kelvin. ഇനി ഗാമ ഈക്വൽ ടു 1.4, അതേപോലെ R ഈക്വൽ ടു 287 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഇത്രയും ഡാറ്റ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി മാക് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. മാക് നമ്പറിൻ്റെ ഇക്വേഷൻ ആണ് M ഈക്വൽ ടു C/A. C എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ്, A എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ട്. ഇതിൽ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ എയർ തന്നിട്ടുണ്ട്. A എന്നുള്ളത് ഗിവൺ അല്ല, പക്ഷേ വെലോസിറ്റി ഓഫ് സൗണ്ട് എ എന്നുള്ളത് റൂട്ട് ഗാമ ആർ ടി ഉപയോഗിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ദാറ്റ് ഇക്വേഷൻ വിൽ ബിക്കം M ഈക്വൽ ടു C/റൂട്ട് ഗാമ ആർ ടി. ഇതിൽ എല്ലാ വാല്യൂസും നമ്മൾക്ക് ഗിവൺ ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ റൂട്ട് 1.4 ഇൻറ്റു 287 ഇൻറ്റു 280 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6. ഈ രീതിയിൽ മാക് നമ്പർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾക്ക് ഇവിടെ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സ്റ്റാഗ്നേഷൻ പ്രഷറും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറുമാണ്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഒന്ന് ഇക്വേഷൻ ഉപയോഗിച്ച്, മറ്റൊന്ന് ഗ്യാസ് ടേബിൾ ഉപയോഗിച്ച്. നമുക്ക് ആദ്യം എങ്ങനെയാണ് ഇക്വേഷൻ ഉപയോഗിച്ച് സ്റ്റാഗ്നേഷൻ പ്രഷറും ടെമ്പറേച്ചറും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ആൻഡ് സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡിങ് കൊടുത്തു. ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇക്വേഷൻസ് ഉപയോഗിച്ചാണ്. സോ ഇക്വേഷൻ ഇങ്ങനെയാണ്. T0/T ഈക്വൽ ടു 1 + ഗാമ - 1/2 m². ഈ ഒരു ഇക്വേഷൻ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറിനുള്ള ഡെറിവേഷനിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചതാണ്. സോ ദാറ്റ് T0 ഈക്വൽ ടു എന്താകും? T റൈറ്റ് സൈഡിലേക്ക് വരും. ഇക്വേഷൻ വിൽ ബിക്കം T0 ഈക്വൽ ടു T × 1 + ഗാമ - 1 ഡിവൈഡഡ് ബൈ 2 m². ഇതിൽ T ടെമ്പറേച്ചർ, ഗാമ ഗിവൺ ആണ് 1.4, m മാക് നമ്പർ. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 280 × 1 + 1.4 - 1 ഡിവൈഡഡ് ബൈ 2 × 0.6². ഇതിൽ നിന്നും നമുക്ക് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ T0 ഫൈൻഡ് ഔട്ട് ചെയ്യാം. 300.16 കെൽവിൻ എന്നുള്ള രീതിയിൽ T0 അതായത് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതേപോലെ നമുക്ക് സ്റ്റാഗ്നേഷൻ പ്രഷറും ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. സ്റ്റാഗ്നേഷൻ പ്രഷറിനുള്ള ഇക്വേഷനും ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻ ഇങ്ങനെയാണ്. P0/P ഈക്വൽ ടു 1 + ഗാമ - 1 ഡിവൈഡഡ് ബൈ 2 m² ഓൾ റേസ് ടു ഗാമ ബൈ ഗാമ - 1. ഈ ഒരു ഇക്വേഷൻ ഈ രീതിയിലാക്കാം. P0 ഈക്വൽ ടു P × 1 + ഗാമ - 1 ഡിവൈഡഡ് ബൈ 2 m² ഓൾ റേസ് ടു ഗാമ ബൈ ഗാമ - 1. ഇതിൽ പ്രഷർ, ഗാമ, m ഈ വാല്യൂസ് എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 × 10⁵ ഇൻറ്റു 1 + 1.4 - 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 0.6² ഓൾ റേസ് ടു 1.4 ഡിവൈഡഡ് ബൈ 1.4 - 1. ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് P0 സോൾവ് ചെയ്ത് കിട്ടുന്നതാണ് 1.27 × 10⁵ പാസ്കൽ. ഇവിടെ യൂണിറ്റ് എഴുതിയിട്ടില്ല, അത് യൂണിറ്റ് പാസ്കലാണ്. അത് നിങ്ങൾ എഴുതുക. അപ്പോൾ ഈ രീതിയിലാണ് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും സ്റ്റാഗ്നേഷൻ പ്രഷറും ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഇതേ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും സ്റ്റാഗ്നേഷൻ പ്രഷറും എങ്ങനെയാണ് ഗ്യാസ് ടേബിൾ ഉപയോഗിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. മെത്തേഡ് 2 യൂസിങ് ഗ്യാസ് ടേബിൾ. ഗ്യാസ് ടേബിൾ ഉപയോഗിച്ച് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും സ്റ്റാഗ്നേഷൻ പ്രഷറും ഫൈൻഡ് ഔട്ട് ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്നത് ടേബിൾ നമ്പർ 3.1, 3.2, 3.3 എന്നീ ടേബിൾസ് ആണ്. ഇതിൽ ഗാമയുടെ വാല്യൂ 1.3 ആണെങ്കിലാണ് ടേബിൾ 3.1 ഉപയോഗിക്കുക. അതേസമയത്ത് ഗാമയുടെ വാല്യൂ 1.4 ആണെങ്കിൽ ടേബിൾ നമ്പർ 3.2ഉം ഗാമയുടെ വാല്യൂ 1.67 ആണെങ്കിൽ ടേബിൾ നമ്പർ 3.3ഉം ആണ് ഉപയോഗിക്കുക. ഇവിടെ ഗാമയുടെ വാല്യൂ 1.4 ആയതുകൊണ്ട് നമ്മൾ ടേബിൾ നമ്പർ 3.2 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടേബിളിൽ നിന്നും വാല്യൂസ് എടുത്തെഴുതുന്നതിന് മുന്നേ ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമായിട്ടും എഴുതണം. അതായത് ഇങ്ങനെയാണ്.
from isentropic table corresponding to gamma equal to 1.4 and m equal to 0.6. ഇവിടെ ഗാമയുടെ വാല്യൂ 1.4 ആണ്, അതേപോലെ ഫൈൻഡ് ഔട്ട് ചെയ്ത മാക് നമ്പറിൻ്റെ വാല്യൂ 0.6 ആണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം ഐസെൻട്രോപിക് ടേബിൾ, അതായത് 3.1, 3.2, 3.3 ഈ 3 ടേബിൾസിനെയാണ് ഐസെൻട്രോപിക് ടേബിൾ എന്ന് പറയുക. ഈ ടേബിളിൽ നിന്നും വാല്യൂസ് എടുക്കാനായിട്ട് ഇവിടെ നമ്മൾ 3.2 എന്ന് പറയുന്ന ടേബിളാണ് ഉപയോഗിക്കുന്നത്, കാരണം ഗാമയുടെ വാല്യൂ 1.4 ആയതുകൊണ്ട്. ഇതിൽ നിന്നും നമുക്ക് T/T0ൻ്റെ വാല്യൂ എടുത്ത് എഴുതാം, അതായത് m ഈക്വൽ ടു 0.6ന് കറസ്പോണ്ടിങ് ആയി ടേബിളിൽ നിന്നും T/T0 വാല്യൂ എടുത്ത് എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.933. അതേപോലെ P/P0 വാല്യൂയും എടുത്ത് എഴുതാം, P/P0 ഈക്വൽ ടു 0.784. അപ്പോൾ ഈ രീതിയിൽ T/T0യ്ക്കും P/P0യ്ക്കുള്ള വാല്യൂസ് എടുത്ത് എഴുതാം. അപ്പോൾ ഈ രീതിയിൽ T/T0യുടെയും അതേപോലെ P/P0യുടെയും വാല്യൂ ഗ്യാസ് ടേബിൾസിൽ നിന്നും എടുത്തെഴുതാം. അതിനുശേഷം ഇതിൽ ഫസ്റ്റ് ഇക്വേഷനിൽ ഈ ഒരു ടിയുടെ വാല്യൂ നമ്മൾക്കറിയാം, അത് 280 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നമുക്കറിയാം. സോ ദാറ്റ് T0ൻ്റെ വാല്യൂ ഇതിൽ നിന്നും സോൾവ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം, അത് ഏകദേശം 300.10 കെൽവിൻ എന്നുള്ള രീതിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതേപോലെ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ പിയുടെ വാല്യൂ നമ്മൾക്കറിയാം, P0 നമുക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിൻ്റെ വാല്യൂ ആണ് 1.28 × 10⁵ പാസ്കൽ. ഇവിടെയും യൂണിറ്റ് എഴുതിയിട്ടില്ല, അത് നിങ്ങൾ എഴുതണം, അതിൻ്റെ യൂണിറ്റ് പാസ്കൽ. ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഐസെൻട്രോപിക് ടേബിൾ അല്ലെങ്കിൽ ഗ്യാസ് ടേബിൾ ഉപയോഗിച്ച് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും സ്റ്റാഗ്നേഷൻ പ്രഷറും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഡൈനാമിക് ആൻഡ് സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ്സ്. അതായത് ഇവിടെ നമ്മൾക്ക് ഡൈനാമിക് സ്റ്റേറ്റിലെയും സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റിലെയും വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഡൈനാമിക് സ്റ്റേറ്റിലെ വെലോസിറ്റി ഓഫ് സൗണ്ടിനെ സ്മോൾ ലെറ്റർ എ വെച്ചും അതേപോലെ സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റിലെ വെലോസിറ്റി ഓഫ് സൗണ്ടിനെ A0 ഉപയോഗിച്ചുമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. ഇതിന് രണ്ടിനുള്ള ഇക്വേഷൻസ് നമുക്കറിയാം, അതുപയോഗിച്ച് നമുക്ക് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഡൈനാമിക് സ്റ്റേറ്റും അതേപോലെ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആദ്യം നമുക്ക് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഡൈനാമിക് സ്റ്റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഡൈനാമിക് സ്റ്റേറ്റ് A ഈക്വൽ ടു √Γ/RT. ഇതിൽ ഗാമയും ആറും ടിയും നമുക്കറിയാം, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. √1.4 × 287 × 280 ദാറ്റ് ഈസ് ഈക്വൽ ടു 335.42 m/s. അപ്പോൾ ഈ രീതിയിൽ √Γ/RT എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഡൈനാമിക് സ്റ്റേറ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ് A0 ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിനുള്ള ഇക്വേഷനാണ് √Γ/T0. ഇതിൽ ഗാമയും ആറും T0യും നമുക്കറിയാം, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. √1.4 × 280 × 300.10. അതിൽ നിന്നും വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 347.25 കെൽവിൻ. അപ്പോൾ ഈ രീതിയിലാണ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഡൈനാമിക് ആൻഡ് സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സ്റ്റാഗ്നേഷൻ പ്രഷർ അസ്യൂമിങ് കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റി എന്നുള്ളതാണ്. ഇതിന് മുന്നേ നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് വീണ്ടും സ്റ്റാഗ്നേഷൻ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യണം, പക്ഷേ അത് ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള അസംഷനിലാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇതിനു മുന്നേ നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രഷർ ഇക്വേഷൻ ഉപയോഗിച്ചും അതേപോലെ ഗ്യാസ് ടേബിളിൽ നിന്നും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇത് രണ്ടിലും, അതായത് ഇക്വേഷൻ ഉപയോഗിച്ചും അതേപോലെ ഗ്യാസ് ടേബിളിൽ നിന്നും P0 ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അത് കംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ കേസിലാണ്, അതായത് ഗ്യാസസിൻ്റെ കേസിലാണ്. നമുക്കറിയാം, ഗ്യാസസിൻ്റെ കേസിൽ അല്ലെങ്കിൽ കംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ കേസിൽ ഡെൻസിറ്റി വേരി ചെയ്യും. അത് നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്ത സ്റ്റാഗ്നേഷൻ പ്രഷറും അതേപോലെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും ഡെൻസിറ്റി വേരി ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ കേസിലാണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. അതേ സമയത്ത് നമ്മൾക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സ്റ്റാഗ്നേഷൻ പ്രഷർ അസ്യൂമിങ് കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റി എന്നുള്ള കേസിലാണ്. അതായത് ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഉള്ള സ്റ്റാഗ്നേഷൻ പ്രഷർ എന്താണെന്നുള്ളതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ബെർണൂളിസ് ഇക്വേഷനാണ്. ആ ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. P0 ഈക്വൽ ടു P + ½ ഈ ഒരു ഇക്വേഷൻ നമ്മൾ മൊഡ്യൂൾ 1-ൽ പഠിച്ചതാണ്. ഇനി നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവിടെ ബെർണൂളിസ് ഇക്വേഷൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതായത് ബെർണൂളിസ് ഇക്വേഷൻ്റെ 4 അസംഷനിൽ ഒന്ന് ഇൻകംപ്രസിബിൾ ഫ്ലോ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് ഡെൻസിറ്റി എന്ത് ചെയ്യാൻ പാടില്ല, വേരി ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ബെർണൂളിസ് ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രഷർ കണ്ടുപിടിക്കുന്നത്. ഇനി ഈ ഒരു ഇക്വേഷൻ നമ്മൾ മറ്റൊരു രീതിയിലാണ് മൊഡ്യൂൾ 1-ൽ പഠിച്ചിരിക്കുന്നത്. ആ ഇക്വേഷൻ ഞാനിവിടെ എഴുതാം. P/ρ
plus half c square equal to P0 by റോ സീറോ. ഈ രീതിയിലാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഞാനൊന്നും കൂടി പറയാം. പി ബൈ റോ പ്ലസ് ഹാഫ് സി സ്ക്വയർ ഈക്വൽ ടു റോ സീറോ P0 ബൈ റോ സീറോ. ഇനി ഈ ഒരു ഇക്വേഷനെ റോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ത്രൂ ഔട്ട് റോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്നതാണ് പി പ്ലസ്, ഇവിടെയുള്ള റോ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും, ഹാഫ് സി സ്ക്വയർ into rho equal to P0 divided by rho 0 into rho എന്ന് വരും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ ബെർണോളിസ് ഇക്വേഷനിൽ ഡെൻസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ ഈ റോ സീറോയും റോയും ക്യാൻസൽ ഔട്ട് ചെയ്ത് വരും. അപ്പോൾ ഇക്വേഷൻ എന്തായി? പി പ്ലസ് ഹാഫ് സി സ്ക്വയർ റോ ഈക്വൽ ടു P0 എന്നുള്ള രീതിയിൽ ഇക്വേഷൻ വരും. അതേ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, P0 ഈക്വൽ ടു പി പ്ലസ് ഹാഫ് റോ സി സ്ക്വയർ. അപ്പോൾ ഈ ഇക്വേഷൻ ബെർണോളിസ് ഇക്വേഷൻ്റെ മറ്റൊരു റെപ്രസെൻറ്റേഷൻ ആണ്. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ P0 ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ പിയുടെ സ്ഥാനത്തേക്ക് 1 × 10⁵ അതേപോലെ വെലോസിറ്റി സിയുടെ സ്ഥാനത്തേക്ക് 200 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് റോ എന്നുള്ളൊരു വാല്യൂ ആണ്. റോ നമ്മൾക്ക് പി ബൈ ആർ ടി എന്നുള്ള ഇക്വേഷനിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. റോ ഈക്വൽ ടു പി ബൈ ആർ ടി. പി എന്ന് പറഞ്ഞാൽ പ്രഷർ, ആർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ്, അതേപോലെ ടെമ്പറേച്ചർ. ഈ 3 വാല്യൂസ് നമുക്ക് ഗിവൺ ആണ്. ഈ വാല്യൂസിൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് റോയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതാണ് ഏകദേശം 1.244. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റാഗ്നേഷൻ പ്രഷർ അസ്യൂമിങ് കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റി എന്നുള്ളതിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇത്രയും വാല്യൂ, 1.24 × 10⁵ പാസ്കൽ. Second problem, a conical diffuser has entry and exit diameters of 20 cm and 40 cm respectively. The pressure, temperature and velocity of air at entry are 0.70 bar, 350 Kelvin and 180 m/s respectively. Find exit pressure, exit velocity and force exerted on diffuser walls. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്കൊരു കോണിക്കൽ ഡിഫ്യൂസർ തന്നിട്ടുണ്ട്. അതിൻ്റെ ചില വാല്യൂസ് ഇവിടെ ഗിവൺ ആണ്. നമുക്ക് ആദ്യം ഫിഗർ വരയ്ക്കാം. ഫിഗർ ഇവിടെ തന്നിട്ടില്ല, സോ ദാറ്റ് നിങ്ങളത് വരയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. എൻ്റെ കൂടെ നിങ്ങളത് വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു കോണിക്കൽ ഡിഫ്യൂസർ ആണ്. ഡിഫ്യൂസർ 2 രീതിയിൽ വരാം, ഒന്ന് കൺവെർജിങ് ടൈപ്പ്, മറ്റൊന്ന് ഡൈവേർജിങ് ടൈപ്പ്. സോ ഇത് ഏത് രീതിയിലുള്ള ഡിഫ്യൂസർ ആണെന്നുള്ളത് ഫസ്റ്റ് സെൻറ്റൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. എൻട്രിയിൽ 20 cm ആണ് ഡയമീറ്റർ, എക്സിറ്റിൽ 40 cm ആണ്. അതായത് എൻട്രിയിൽ നിന്നും എക്സിറ്റിലേക്ക് പോകും തോറും ഏരിയ ഇൻക്രീസ് ചെയ്യണം അല്ലെങ്കിൽ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യണം. സോ ദാറ്റ് ഇതൊരു ഡൈവേർജിങ് ടൈപ്പ് കോണിക്കൽ ഡിഫ്യൂസർ ആണ്. സോ നമുക്ക് ഈ രീതിയിൽ ഒരു കോണിക്കൽ ഡിഫ്യൂസർ കാണിക്കാം. ഇത് നിങ്ങൾ എൻ്റെ കൂടെ വരയ്ക്കുക. ഇതിൻ്റെ ഇൻലെറ്റ് സൈഡ് 1 എന്നും അതേപോലെ എക്സിറ്റ് സൈഡ് 2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെയുള്ള ഗിവൺ ഡാറ്റേഴ്സ് എടുത്ത് എഴുതാം. ഈ ഫിഗർ നിങ്ങൾ വരച്ചതിന് ശേഷം നമുക്ക് ഗിവൺ ഡാറ്റാസ് എഴുതാം. അപ്പോൾ ഇൻലെറ്റിലെ പ്രോപ്പർട്ടീസ് 1 എന്നും അതേപോലെ എക്സിറ്റിലെ പ്രോപ്പർട്ടീസ് 2 എന്നും സഫിക്സ് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് എൻട്രി ഡയമീറ്റർ ആണ്, അതായത് D1. എൻട്രി ഡയമീറ്റർ D1 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 cm, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.20 മീറ്റർ. നമ്മൾ എപ്പോഴും SI യൂണിറ്റിൽ വേണം പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട്. 0.20 മീറ്റർ. സെയിം രീതിയിൽ എക്സിറ്റ് ഡയമീറ്റർ D2 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 cm, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.40 മീറ്റർ. ഇനി നെക്സ്റ്റ് സെൻറ്റൻസിൽ നിന്നും നമുക്ക് എൻട്രിയിലെ പ്രഷർ, ടെമ്പറേച്ചർ, അതേപോലെ വെലോസിറ്റി എന്നിവ എടുത്തെഴുതാം. അതാണ് എഴുതുന്നത്. എൻട്രി പ്രഷർ P1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.70 ബാർ. അതിനെ പാസ്കലിൽ കൺവേർട്ട് ചെയ്യുമ്പോഴേക്കും 0.70 × 10⁵ പാസ്കൽ. എൻട്രി ടെമ്പറേച്ചർ T1 ദാറ്റ് ഈസ് ഈക്വൽ ടു 350 Kelvin. എൻട്രി വെലോസിറ്റി C1 ഈക്വൽ ടു 180 m/s. ഇത്രയുമാണ് ഗിവൺ ഡാറ്റാസ്. ഇനി നമുക്ക് എക്സിറ്റ് പ്രഷർ അതായത് P2, എക്സിറ്റ് വെലോസിറ്റി C2, ഫോഴ്സ് എക്സെർട്ടഡ് ഓൺ ഡിഫ്യൂസർ വോൾസ്, ഇത്രയും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇനി ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് 3 ഇമ്പോർട്ടൻറ്റ് ഡാറ്റ അസ്യൂം ചെയ്യേണ്ടതായിട്ട് വരും. മിക്കവാറും പ്രോബ്ലംസിൽ ഈ ഒരു ഡാറ്റ തന്നിട്ടുണ്ടാവും, പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിൽ തന്നിട്ടില്ലെങ്കിൽ ഈ 3 ഡാറ്റയും നമ്മൾ എടുത്തെഴുതണം. അതായത് ഗാമ 1.4,
ആർ ഈക്വൽ ടു 287 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അതേപോലെ സ്പെസിഫിക് ഹീറ്റ് സി പി ഈക്വൽ ടു 1000 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അപ്പോൾ ഈ ഒരു 3 ഡാറ്റയും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതല്ല എങ്കിൽ ഈ 3 ഡാറ്റയും നമുക്ക് എടുത്തെഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ 3 ഡാറ്റയും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഈ ഒരു ഡിഫ്യൂസറിൻ്റെ എൻട്രി ഡയമീറ്ററും അതേപോലെ എക്സിറ്റ് ഡയമീറ്ററും തന്നിട്ടുണ്ട്. ഈ 2 വാല്യൂസും തന്നിരിക്കുന്നത് എൻട്രിയിലെയും എക്സിറ്റിലെയും ഏരിയാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ ഒരു ഡിഫ്യൂസറിൻ്റെ എൻട്രി ഏരിയയും എക്സിറ്റ് ഏരിയയും ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിങ്ങനെയാണ്: എൻട്രി ഏരിയ ഈക്വൽ ടു π/4 d1². ഇതിൽ d1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് എൻട്രി ഏരിയ 0.0314 m² എന്നുള്ള രീതിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സെയിം ഇക്വേഷൻ തന്നെ ഉപയോഗിച്ച് നമുക്ക് എക്സിറ്റ് ഏരിയയും ഫൈൻഡ് ഔട്ട് ചെയ്യാം. π/4 d2². നമുക്ക് എക്സിറ്റ് ഏരിയ കിട്ടുന്നതാണ് 0.126 m². ഈ രീതിയിൽ എക്സിറ്റ് ഏരിയയും എൻട്രി ഏരിയയും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇൻലെറ്റിലെയോ എക്സിറ്റിലെയോ മാക് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിവിടെ ഇൻലെറ്റിലെ മാക് നമ്പറിൻ്റെ ഇക്വേഷൻ m1 ഈക്വൽ ടു c1/a1 അതേപോലെ എക്സിറ്റിലെ മാക് നമ്പറിൻ്റെ ഇക്വേഷൻ c2/a2 ആണ്. ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾക്ക് c1 ആണ് ഗിവൺ ആയിട്ടുള്ളത്. സോ നമ്മൾക്കിവിടെ m1 ആയിരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുക. m2 നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം ഔട്ട്ലെറ്റിലെ വെലോസിറ്റി നമ്മൾക്കിവിടെ ഗിവൺ അല്ല. സോ നമ്മളിവിടെ ഇൻലെറ്റിലെ മാക് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. m1 ഈക്വൽ ടു c1/a1. ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നതാണ് c1/√γ(RT1). ഇതിലുള്ള എല്ലാ വാല്യൂസും നമുക്കറിയാവുന്നതാണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 180 ഡിവൈഡഡ് ബൈ √1.4 ഇൻറ്റു 287 ഇൻറ്റു 350. അതിൽ നിന്നും മാക് നമ്പർ m1 ഈക്വൽ ടു 0.5 ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾക്ക് C2ഉം T2 ആണ് തന്നിരുന്നതെങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്താനായിട്ട് സാധിക്കുമായിരുന്നു? m2 ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ m1 ഈ ഒരു പ്രോബ്ലത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി നമ്മൾ ഡാറ്റാ ബുക്കിൽ നിന്നും ഗാമ 1.4നും m1 0.5നും കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് എടുത്തെഴുതുക എന്നുള്ളതാണ്. ഇവിടെ ഫ്ലോ നടക്കുന്നത് ഒരു ഡിഫ്യൂസറിലൂടെയാണ്. ഡിഫ്യൂസറിലൂടെയുള്ള ഫ്ലോ ഐസെൻട്രോപിക് ഫ്ലോ ആണ്. ഐസെൻട്രോപിക് ഫ്ലോ ആണെങ്കിൽ നമ്മൾ ടേബിൾ 3.1, 3.2 അതേപോലെ 3.3 എന്നീ 3 ടേബിൾസാണ് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ 3.2 ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, കാരണം ഇവിടെ ഗാമയുടെ വാല്യൂ 1.4 ആണ്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് നമ്മളിവിടെ എഴുതണം, നിർബന്ധമായിട്ട് എഴുതണം. ഫ്രം ഐസെൻട്രോപിക് ടേബിൾ 3.2 കറസ്പോണ്ടിങ് ടു ഗാമ ഈക്വൽ ടു 1.4 ആൻഡ് m1 ഈക്വൽ ടു 0.5 വാല്യൂസ് എടുത്ത് എഴുതാണ്. m സ്റ്റാർ ഈക്വൽ ടു 0.534, T1/T01 ഈക്വൽ ടു 0.952. ഇതെന്താണെന്നുള്ളത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതേപോലെ P1/P01 ഈക്വൽ ടു 0.843. ഇതും പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. A1/A1 സ്റ്റാർ ഈക്വൽ ടു 1.340. ഇത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ F1/F1 സ്റ്റാർ ഈക്വൽ ടു 1.203. അപ്പോൾ ഈ രീതിയിൽ ഗാമ 1.4നും m1 0.5നും കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് എല്ലാം എടുത്തെഴുതാം. ഇവിടെ സഫിക്സ് 1 ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, കാരണം ഇവിടെ m1ന് കറസ്പോണ്ടിങ് ആയിട്ടാണ് വാല്യൂസ് എടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ സഫിക്സ് 1 എഴുതാനുള്ള കാരണം. ഇവിടെയും 1 വരും, അത് വിട്ടുപോയതാണ്. m1 സ്റ്റാർ ഈക്വൽ ടു 0.534. ഇനി ഈ കാണിച്ചിരിക്കുന്ന സ്റ്റെപ്പുകൾ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ഈ ഒരു ഇക്വേഷൻ നോക്കാം. T1/T01 ഈക്വൽ ടു 0.952. ഇതിൽ T1ൻ്റെ വാല്യൂ നമുക്ക് ഗിവൺ ആണ്. സോ ദാറ്റ് T01 ഇതിൽ നിന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ T01ൻ്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് 357.14 കെൽവിൻ കിട്ടും. ഇനി ഐസെൻട്രോപിക് ഫ്ലോ അല്ലെങ്കിൽ നോസിൽ, ഡിഫ്യൂസർ എന്നീ ഡിവൈസുകളിലൂടെയുള്ള ഫ്ലോയിനെ നമ്മൾ ഐസെൻട്രോപിക് ഫ്ലോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഐസെൻട്രോപിക് ഫ്ലോ ആണെങ്കിൽ ഈ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ ഏതൊരു പോയിന്റിലും സെയിം ആയിട്ട് നിൽക്കും. അതായത് T01ഉം T02ഉം എക്സിറ്റിലെയും ഇൻലെറ്റിലെയും വാല്യൂസ് എന്തായിരിക്കും? സെയിം ആയിട്ട് നിൽക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ T01ഉം T02ഉം സെയിം ആയിട്ട് വരും. അത് 357.14 കെൽവിൻ. സെയിം രീതിയിൽ ഈ ഒരു ഇക്വേഷനിൽ P1 നമ്മൾക്ക് നോൺ ആണ്. P01 നമുക്ക് ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. P01 തന്നെയാണ് P02. അതിൻ്റെ വാല്യൂ കിട്ടുന്നത് 0.82 ഇൻറ്റു 10⁵ പാസ്കൽ എന്നുള്ള രീതിയിൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് A1/A1 സ്റ്റാർ. എൻട്രി ഏരിയ A1 നമുക്കറിയാം. A1 സ്റ്റാർ അതായത് ക്രിട്ടിക്കൽ ഏരിയ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. A1 സ്റ്റാർ അതാണ് 0.0261 m². ഇനി സ്റ്റാർ വാല്യൂസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വാല്യൂസും
ഏതൊരു പോയിന്റിലെയും എന്തായിരിക്കും സെയിം ആയിരിക്കും. ഇൻലെറ്റിലായാലും എക്സിറ്റിലായാലും സ്റ്റാർ വാല്യൂസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വാല്യൂസും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് A1 സ്റ്റാർ ഈക്വൽ ടു A2 സ്റ്റാർ എന്ന് എഴുതാനുള്ള കാരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ടേബിൾ വാല്യൂസിൽ ഉപയോഗിച്ച് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതായത് T01, T02, P01, P02, A1 സ്റ്റാർ, A2 സ്റ്റാർ ഇത്രയും വാല്യൂസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഐസെൻട്രോപിക് ഫ്ലോ ആണെങ്കിൽ, അതായത് നോസൽ, ഡിഫ്യൂസർ എന്നീ ഡിവൈസുകളിലൂടെയുള്ള ഫ്ലോ ആണെങ്കിൽ ക്രിട്ടിക്കൽ വാല്യൂസും അതായത് സ്റ്റാർ വാല്യൂസും അതേപോലെ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി വാല്യൂസും ഏതൊരു പോയിന്റിലും എന്തായിട്ട് വരും, ഈക്വൽ ആയിട്ട് വരും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് വരും. ഇനി നമ്മൾക്ക് എക്സിറ്റ് സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതേ രീതിയിൽ ടേബിൾ വാല്യൂസ് എടുത്തെഴുതുക എന്നുള്ളതാണ്. ടേബിൾ വാല്യൂസ് എടുത്തെഴുതാനായിട്ട് നമുക്ക് ഈ പറയുന്ന വാല്യൂസ് ഏതെങ്കിലും അറിയണം. അതായത് M2 അറിയണം, അതല്ലെങ്കിൽ M2 സ്റ്റാർ അറിയണം, അതല്ലെങ്കിൽ T2/T02 അറിയണം, അതല്ലെങ്കിൽ P2/P02 അറിയണം, അതല്ലെങ്കിൽ A2/A2 സ്റ്റാർ അറിയണം, അതല്ലെങ്കിൽ F2/F2 സ്റ്റാർ അറിയണം. ഇതിൽ M2 നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം C2 നമ്മൾക്ക് അറിയില്ല, അതേപോലെ T2 അറിയില്ല. സോ M2 നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനിയുള്ളത് M2 സ്റ്റാർ ആണ്. M2 സ്റ്റാറും നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. T2/T02 ആണ് അടുത്തുള്ളത്. ഇതിൽ T02 നമ്മൾക്കറിയാം, പക്ഷേ T2 നമ്മൾക്കറിയില്ല. സോ T2/T02 നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. സെയിം രീതിയിൽ P2/P02 നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കത്തില്ല, കാരണം P2 നമ്മൾക്ക് അൺനോൺ ആണ്. ഇനിയുള്ളതാണ് A2/A2 സ്റ്റാർ. ഇത് രണ്ടും നമ്മൾക്കറിയാം, അതായത് A2 എക്സിറ്റ് ഏരിയയും അതേപോലെ A2 സ്റ്റാറും നമ്മൾക്കറിയാം. അപ്പോൾ ഈ രീതിയിൽ A2/A2 സ്റ്റാർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. സോ A2/A2 സ്റ്റാർ ഈക്വൽ ടു 0.126 ഡിവൈഡഡ് ബൈ 0.0261. ഇതിൻ്റെ വാല്യൂ കിട്ടുന്നത് 4.83 ആണ്. അപ്പോൾ ഗ്യാസ് ടേബിളിൽ നിന്നും A2/A2 സ്റ്റാർ ഈക്വൽ ടു 4.83ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് എടുത്തെഴുതുക എന്നുള്ളതാണ്. ഇനി വാല്യൂസ് എടുത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഈ വാല്യൂസ് അതായത് 4.83 എന്നുള്ളത് നമ്മൾ ടേബിൾ വാല്യൂസിൽ ഉണ്ടാവില്ല. അതായത് A2/A2 സ്റ്റാറിൻ്റെ വാല്യൂ 4.83ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾ വാല്യൂസ് അല്ലെങ്കിൽ ടേബിൾ നോക്കുകയാണെങ്കിൽ 3.2 എന്നുള്ള ടേബിളിൽ വാല്യൂ കാണില്ല. അപ്പോൾ ആ വാല്യൂ വരുന്ന റേഞ്ചിനെ നമ്മൾ ഇൻ്റർപൊളേഷന് വിധേയമാക്കേണ്ടതായിട്ട് വരും. ഇൻ്റർപൊളേഷൻ്റെ ഇക്വേഷൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. x-x1 ഡിവൈഡഡ് ബൈ x2-x1 ഈക്വൽ ടു y-y1 ഡിവൈഡഡ് ബൈ y2-y1. ഇനി എങ്ങനെയാണ് A2/A2 സ്റ്റാറിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് എടുത്തെഴുതുന്നത് എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി വീണ്ടും നമ്മൾ സ്റ്റെപ്പ് എഴുതണം. ഫ്രം ഐസെൻട്രോപിക് ടേബിൾ 3.2 കറസ്പോണ്ടിങ് ടു ഗാമ ഈക്വൽ ടു 1.4. ഇവിടെ M2 അല്ല, ഏതാണ് A2/A2 സ്റ്റാർ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിച്ചത്. സോ A2/A2 സ്റ്റാർ ഈക്വൽ ടു 4.83. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ A2/A2 സ്റ്റാറിൻ്റെ വാല്യൂ 4.83ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വാല്യൂസ് ഇല്ല. സോ നമ്മളിവിടെ ഇൻ്റർപൊളേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ആദ്യം നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് M2 ആണ്, അതായത് എക്സിറ്റ് മാക് നമ്പർ ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഫൈൻഡിങ് എക്സിറ്റ് മാക് നമ്പർ M2. ഇക്വേഷൻ ഇങ്ങനെ വരും: 4.83 മൈനസ് 4.864 ബൈ 4.497 മൈനസ് 4.864 ഈക്വൽ ടു M2 മൈനസ് 0.12 ഡിവൈഡഡ് ബൈ 0.13 മൈനസ് 0.12. ഇതെന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇവിടെ A2/A2 സ്റ്റാറിൻ്റെ വാല്യൂ 4.83 ആണ്. അത് ഞാനിവിടെ എഴുതാം, 4.83 ആണ്. പക്ഷേ ഇത് ടേബിൾ വാല്യൂ ഇല്ല, 4.83ക്ക് ടേബിൾ വാല്യൂ ഇല്ല. പകരം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടേബിൾ വാല്യൂവിൽ 4.864 നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ എഴുതാം 4.864. അതേപോലെ 4.494 നിങ്ങൾക്ക് 497 നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ടേബിളിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് കണ്ടെത്തേണ്ടത് 4.83ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക് നമ്പർ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. പക്ഷേ 4.83 ടേബിളിൽ ഇല്ല, പകരം 4.864ഉം 4.497ഉം കാണാം. എന്തുകൊണ്ടാണ് ഈ വാല്യൂ എടുത്തത്? കാരണം 4.497ഉം 4.864നും ഇടയിലാണ് 4.83 വരിക. അതുകൊണ്ടാണ് ഇത് രണ്ടും ഞാൻ പറഞ്ഞത്. ഇനി ഇതിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് 4.83 ആണ്. അതിനെ എക്സ് ആയിട്ട് എടുക്കുക. ഇനി ഈ ഒരു വാല്യൂ, ഇതിന് അപ്പറായിട്ടുള്ള വാല്യൂവിനെ x1 ആയിട്ട് എടുക്കുക. അതേപോലെ ഈ ഒരു വാല്യൂവിനെ x2 ആയിട്ട് എടുക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നേരത്തെ ഇൻ്റർപൊളേഷൻ ഇക്വേഷൻ പറഞ്ഞതാണ് x-x1 ഡിവൈഡഡ് ബൈ x2 - x1. സോ x അറിയാം, അത് 4.83 ആണ്. x1 4.864 ആണ്. അതേപോലെ x2 4.497 ആണ്.
ഇനി ഇവിടെയുള്ളത് നമുക്ക് ആദ്യം M2 ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. M2 ഈ 4.864 കറസ്പോണ്ടിങ് ആയിട്ട് മാക് നമ്പറിൻ്റെ വാല്യൂ വരുന്നത് 0.12 ആണ്. അത് നിങ്ങൾ ടേബിളിൽ നോക്കിയാൽ മതി, 0.12 ആണ്. അതേപോലെ 0.497 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക് നമ്പർ വരുന്നത് 0.13 ആണ്. അപ്പോൾ ഈ X1 കറസ്പോണ്ടിങ്, അതായത് 4.864 കറസ്പോണ്ടിങ് ആണ് 0.12. ഈ ഒരു വാല്യൂവിന് X1 ആണെങ്കിൽ 0.12 Y1 ആയിട്ട് വിളിക്കാം. അതേപോലെ 4.497 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0.13 നിങ്ങൾ Y2 ആയിട്ട് വിളിക്കാം. അപ്പോൾ ഇക്വേഷൻ റൈറ്റ് സൈഡിൽ y മൈനസ് y1 ഡിവൈഡഡ് ബൈ y2 മൈനസ് y1 എന്നാണ്. ഇതിൽ 4.83 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എന്തോ അതിനെ നിങ്ങൾ y ആയിട്ട് വിളിക്കുക. ഇവിടെ y എന്താണ്? m ആണ്. നമ്മൾ കണ്ടെത്തേണ്ടത് എന്തോ അത് ആണ് m, അതിവിടെ M2 ആണ്. സോ y-ൻ്റെ സ്ഥാനത്തേക്ക് M2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. M2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേസമയത്ത് y1 സ്ഥാനത്തേക്ക് 0.12ഉം y2വിൻ്റെ സ്ഥാനത്തേക്ക് 0.13ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്നും M2 നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. M2 ഈക്വൽ ടു 0.1209 എന്നുള്ള രീതിയിൽ മാക് നമ്പർ അറ്റ് എക്സിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സെയിം രീതിയിൽ നമ്മൾ T2/T02 ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതിൽ നോക്കുക, രണ്ട് ഇക്വേഷൻ്റെയും ലെഫ്റ്റ് സൈഡ് സെയിം ആണ്, കാരണം എക്സ് ടേംസ് വ്യത്യാസം വരില്ല. അതേസമയത്ത് റൈറ്റ് സൈഡിലുള്ള RHS ടേംസ് ആണ് വ്യത്യാസം വരുന്നത്. ഇവിടെയും എക്സ് 4.83, X1 4.864, അതേപോലെ X2 4.497. റൈറ്റ് സൈഡിൽ T2/T02 ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ M2വിൻ്റെ സ്ഥാനത്തേക്ക് T2/T02 വരും, മൈനസ് 4.864 കറസ്പോണ്ടിങ് ആയിട്ടുള്ള T2/T02 ആണ് 0.9971. അതേപോലെ 4.497 കറസ്പോണ്ടിങ് ആയിട്ടുള്ള T/T0ൻ്റെ വാല്യൂ ആണ് 0.9966. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ T2/T02 നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതാണ് T2/T0 ഈക്വൽ ടു 0.9970. ഇനി ഈ ഒരു ഇക്വേഷനിൽ T02 നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും T2 നമുക്ക് എന്ത് ചെയ്യാം? ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതാണ് 356.07 കെൽവിൻ. സെയിം രീതിയിൽ ബാക്കിയുള്ള വാല്യൂസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതായത് P2/P02 ഇതേ രീതിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് P2/P02 ഈക്വൽ ടു 0.9890. ഈ ഒരു ഇക്വേഷനിൽ P02 നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. P2 നമ്മൾ ഇതിൽ നിന്ന് സോൾവ് ചെയ്ത് കണ്ടത് അതാണ് 0.81 × 10⁵ പാസ്കൽ. സെയിം രീതിയിൽ F2/F2* ഈക്വൽ ടു 3.901 എന്നുള്ള രീതിയിലും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ് പ്രഷർ ആയിരുന്നു, അതായത് P2. അത് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. P2 ഈക്വൽ ടു, അതായത് എക്സിറ്റ് പ്രഷർ P2 ഈക്വൽ ടു 0.81 10⁵ പാസ്കൽ. ഇതാണ് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇത്രയുമാണ് നമ്മൾക്ക് ടേബിൾ വാല്യൂസ് എടുത്ത് എഴുതാനുള്ള സ്റ്റെപ്സ്. അതിൽ നിന്നും നമുക്ക് എക്സിറ്റ് പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി നമുക്ക് രണ്ടാമത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എക്സിറ്റ് വെലോസിറ്റി ആണ്. എക്സിറ്റ് വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതാം. M2 ഈക്വൽ ടു C2/A2. അങ്ങനെയാണെങ്കിൽ എക്സിറ്റ് വെലോസിറ്റി C2 ഈക്വൽ ടു M2 × A2. M2 നമുക്കറിയാം. അതേസമയത്ത് A2 എന്നുള്ളത് √Γ(r)T2 എന്ന് എഴുതാം. ഇക്വേഷൻ വരുന്നതാണ് M2 × √Γ(r)T2. ഇവിടെ T2 എന്ന് എഴുതണം, T2. ഇതിൽ M2 അറിയാം, Γ അറിയാം, R അറിയാം, T2 അറിയാം. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് C2, അതായത് എക്സിറ്റ് വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 45.73 m/s. അപ്പോൾ ഈ രീതിയിൽ എക്സിറ്റ് വെലോസിറ്റിയും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഫോഴ്സ് എക്സർട്ടഡ് ഓൺ ഡിഫ്യൂസർ വോൾസ് എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഒന്നുകിൽ ടോ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ F എന്ന് റെപ്രസെൻറ്റ് ചെയ്താലും മതി. അപ്പോൾ F ഈക്വൽ ടു F2 - F1. ഇതിനു മുന്നേയുള്ള വീഡിയോയിൽ ഫോഴ്സ് എക്സർട്ടഡ് ഓൺ ഡക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. F ഈക്വൽ ടു F2 - F1. ഇതിൽ F2നും F1നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. P2A2 × 1 + Γm2² - P1A1 × 1 + Γm1². ഈ ഇക്വേഷൻ ഇതിനു മുന്നേയുള്ള വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ്. ഇക്വേഷൻ ഒന്ന് റെഫർ ചെയ്യുക. ഇതിനു മുന്നേയുള്ള വീഡിയോയിൽ ഒന്ന് റെഫർ ചെയ്യുക. ഇതിലെല്ലാം വാല്യൂസ് നമ്മൾക്കറിയാം. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് ഞാൻ വായിക്കുന്നില്ല. ഈ വാല്യൂസ് P2A2, Γm2, P1A1, Γm1, ഇതിൻ്റെ എല്ലാം വാല്യൂസ് എല്ലാം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 68717.88 ന്യൂട്ടൺ എന്നുള്ളത്. ഈ രീതിയിൽ നമുക്ക് ഫോഴ്സ് എക്സർട്ടഡ് ഓൺ ഡിഫ്യൂസർ വോൾസും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്ത് വയ്ക്കാം. താങ്ക് യു.